ഗുണം ചെയ്തതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലവാ. ഗുണം ചെയ്തതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലവാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ച നിന്റെ ആയുസ് കുറയും. ഒരു പെണ്ണുപിള്ള പറയുന്ന കേട്ട്, ഒരു പെണ്ണ് പറയുന്നത് കേട്ടിട്ട് നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ച നിന്റെ ആയുസ് കുറഞ്ഞു പോകും. ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഭാര്യമാര്, പടച്ചവനെ, ഭാര്യമാരാണ് എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്. ഉമ്മയെയും മകനെയും തെറ്റിപ്പിക്കുന്നതിൽ കൂടുതൽ പങ്ക് വഹിക്കുന്നത് ഭാര്യ. നിനക്കറിയാനിട്ടാ പെണ്ണു, നിനക്കറിയാനിട്ടാ പെണ്ണു, നിന്റെ ഭർത്താവിനെ ഉമ്മയിൽ നിന്ന് പിരിപ്പിച്ച നഷ്ടം നിനക്കാ പെങ്ങള്. നിനക്കാ മനുഷ്യനെ കൂടുതൽ കാലം കിട്ടൂല. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ള പറയുകയാ, ഉമ്മയുടെയും വാപ്പയുടെയും മനസ്സ് വേദനിപ്പിക്കുന്നവന്റെ ആയുസ് അല്ലാഹു കുറച്ചു കളയും. രണ്ട്, നീ നിന്റെ വാപ്പയോട് ചെയ്തതുപോലെ നിന്റെ മക്കളും നിന്നെ കരയിപ്പിക്കുമ്പോ ഒരു കരിവേപ്പിലയുടെ വില പോലും നിന്റെ മക്കള് നിനക്ക് തരൂല. സ്വന്തം വാപ്പാനെ അല്ലാഹുവേ വേദനിപ്പിക്കുന്ന മക്കള് അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് ഉസ്താദ് ഈ പറഞ്ഞത് സംഭവിച്ച ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും നമ്മളെന്താ വിചാരിക്കുക, നമ്മളെ കല്യാണം കഴിച്ചാൽ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾ മാത്രം മതി എന്നുള്ളൊരു വിചാരമാണ് നമുക്ക്. അങ്ങനെ സ്വത്തൊക്കെ കൈക്കലാക്കിയ ഒരു വ്യക്തി ലാസ്റ്റ് കഷ്ടപ്പെട്ട ഒരു രംഗം